നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഇത്ര വലിയ ഒരാള് നമ്മളെ വീട്ടിന്റെ അടുത്ത് പിടിച്ചല്ലോ എന്നുള്ള ഇല്ല അറിഞ്ഞിട്ടില്ല റിപ്പോർട്ടർ ന്യൂസ് വരുമ്പോഴാണ് അറിഞ്ഞത്. അർജുൻ ആയങ്കിയെ പോലീസ് ഇന്നലെ വളഞ്ഞിട്ട് പിടികൂടിയത് ഈ അപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഇവിടെയുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് രാത്രി 1:25 2 വാഹനങ്ങളിലായിട്ടാണ് പോലീസ് വാഹനം ഈ പറയുന്ന റോഡിലേക്ക് എത്തുന്നത്. അതിനുശേഷം 2:45 അർജുൻ ആയങ്കിയെ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോലീസ് സംഘം മടങ്ങുന്നത്. എന്തായാലും ഇവിടെ ഇരുചെവി അറിയാതെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള തൊട്ടടുത്ത്, അതായത് ഏകദേശം ഒരു 10 മീറ്റർ മാറി തന്നെ ഒരു വീടുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആരും തന്നെ അറിയാത്ത തരത്തിലാണ് അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെയുള്ള ആളുകൾ ഉൾപ്പെടെ ആ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഈ സംഭവം ഒന്നും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു? ഇല്ല. രാത്രി 1:25 പോലീസ് 2 വണ്ടികളിലായിട്ട് ഇവിടത്തേക്ക് വരുന്നത്. 2:45 അവർ 1 മണിക്കൂറും 20 മിനിറ്റ് 12 മണിക്ക് ഞാൻ എണീച്ചപ്പോൾ ഒരു ഒച്ചയുണ്ടായില്ല. ഞാൻ ബാത്റൂമിൽ പോകാൻ എണീച്ചിന്. പിന്നെ ഞാൻ ഉറങ്ങി. ആരും ഉറങ്ങില്ല? അങ്ങനെ അറിഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നത് നമുക്ക് പേടിയില്ലല്ലോ. അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയില്ല. വാഹനം വരുന്ന നമ്മൾ ഒച്ചയായിട്ട് എല്ലാരും വിളിക്കൂലേ, ആരോ ഉണ്ട് എന്താന്ന് നോക്കണ്ടീട്ട്. ഇവിടെ ഈ താമസക്കാരെ പരിചയമുണ്ടോ? അവരങ്ങനെ പുറത്ത് വാടക നിൽക്കുന്നോണ്ട് നമുക്ക് ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ മാറുമല്ലോ. അപ്പൊ നമുക്ക് മുന്നേ ഉള്ള ആൾക്കാരെ പരിചയമുണ്ട്. ഇപ്പൊ അധിക നാളായോ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട്? അറിയില്ല. മുന്നേ ഉള്ളവർ മാറിയിട്ട് ഇപ്പൊ ഏകദേശം എത്ര നാളായിട്ടുണ്ടാവും? ഒരു കുറേ ആയി പോയിട്ട്. അതിനുശേഷം പിന്നെ വേറെ ആരും വന്നതായിട്ട് അറിയില്ല. ഇല്ല. ഇങ്ങനെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും വരുമോ പോവോ അങ്ങനെ എന്തെങ്കിലും വരുന്നതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു? ഇല്ല. ഇവന് ഇത് പൊതുവഴിയാണ്, പല ആളും പോകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. ഈ വഴി ഇവിടെ വരെയല്ലേ ഉള്ളൂ അല്ലേ? തുറന്നിട്ട് വേഗം സ്പീഡിൽ പോവുക. വണ്ടി തുറന്നോണ്ട് അതായത് അധിക ദൂരം ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 10-25 മീറ്റർ ആടെ വരെയുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് നടന്നു പോകാനേ പറ്റുള്ളൂ. വണ്ടി നടന്നു പോകാൻ കഴിയും. നടന്നു പോകാം. ഈ പറയുന്ന ഈ സംഭവമൊക്കെ നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഇത്ര വലിയ ഒരാള് നമ്മളെ വീട്ടിന്റെ അടുത്ത് പിടിച്ചല്ലോ എന്നുള്ള വന്നത് നിങ്ങൾ ആരും ഇല്ല അറിഞ്ഞിട്ടില്ല. റിപ്പോർട്ടർ ന്യൂസ് വരുമ്പോഴാണ് അറിഞ്ഞത്. അറിയുന്നു. നിങ്ങൾ വന്നപ്പോ ഞാൻ ഞാൻ വിചാരിച്ച്, ഞാൻ പറഞ്ഞില്ല മോന്റെ അപ്പുറത്തെ മോന്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നു വെച്ചിട്ട് ഞാൻ വന്നു നോക്കിയത് ഓനെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു മനസ്സിലായത്. അത് തന്നെയാണ്, ഇരുചെവി അറിയാത്ത രീതിയിലാണ് ഇവിടെ നിന്ന് ആളെ കസ്റ്റഡിയിലെടുത്തത്. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ഇതിന് തൊട്ടടുത്തുള്ള ഈ വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 1:25 അർജുൻ ആയങ്കി ഈ സ്ഥലത്ത്, അല്ലെങ്കിൽ 1:25 അർജുൻ ആയങ്കിയെ കസ്റ്റഡി എടുക്കുന്നതിന് വേണ്ടി ഈ അപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് സംഘം എത്തുകയും 2:45 അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സംഘം മടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ രഹസ്യമായിട്ടുള്ള, അതീവ രഹസ്യമായി തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് പോലീസ് നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് തൊട്ടടുത്ത്, അതായത് ഒരു 10 മീറ്റർ പോലുമില്ല, ഏകദേശം 1-2 മീറ്റർ മാത്രം അകലമുള്ള ഈ വീട്ടുകളിലെ താമസക്കാർ പോലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിലൂടെ വ്യക്തമാവുന്നത്. എന്തായാലും അർജുൻ ആയങ്കി ഇപ്പോൾ ഏറെ ദിവസങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരാഴ്ചയോളമായി ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും ഒക്കെ വെല്ലുവിളിച്ച് കഴിയുകയായിരുന്നു. അവസാനം അർജുൻ ആയങ്കിയെ കണ്ണൂർ താളിക്കാവിലുള്ള അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിൽ വെച്ചും പോലീസ് വലയിലാക്കിയിരിക്കുന്നു. അർജുൻ ആയങ്കിക്ക് പൂട്ടിട്ടിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.